ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ മൈക്കിന് വോയിസ് ക്ലാരിറ്റി കുറവുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇതിന്റെ ശബ്ദത്തിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉള്ളതായി തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ മൈക്ക് ഒന്ന് മാറ്റാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ പുതിയൊരു വയർലെസ് മൈക്ക് വാങ്ങി. അപ്പൊ ഇതൊന്ന് മാറ്റിയ ശേഷം ഈ മൈക്ക് ഉപയോഗിച്ച് ഇതിന്റെ വോയിസും ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മൈക്കിന്റെ വോയിസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ ഞാൻ ഈ പുതിയ മൈക്ക് ഓപ്പൺ ആക്കുകയാണ്. ഇത് ഗ്രിനാറോ S12 എന്ന മോഡലാണ്. ഇതിനകത്ത് രണ്ട് മൈക്കുകളാണ് ഉള്ളത്. അതായത് ഒന്ന് നമുക്ക് ഉപയോഗിക്കാം, ഒന്ന് ഇന്റർവ്യൂ മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് കൂടി ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് വയർലെസ് മൈക്കുകളും ഒരു റിസീവറുമാണ് ഇതിനകത്തുള്ളത്. ഇതാണ് മൈക്ക്. ഇതുപോലെ അല്പം പഞ്ഞി പോലെയൊക്കെയുള്ള വോയിസ് ഫിൽറ്ററാണ് ഇതിനകത്തുള്ളത്. ഇത് വേണ്ട എന്ന് തോന്നുന്നവർക്ക് അഡീഷണൽ ആയിട്ടുള്ള ഫിൽറ്റർ ഇതിനകത്തുണ്ട്. ഇങ്ങനെ ഒരു കവർ ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഇതിന്റെ സ്പോഞ്ച് കൊണ്ടുള്ള ഫിൽറ്റർ ഉണ്ട്. അത് രണ്ടെണ്ണം ഉണ്ട്. അത് കൂടാതെ ഇത് ചാർജ് ചെയ്യാൻ പറ്റിയ ഒരു കേബിളും ഉണ്ട്. ഇത് നമ്മുടെ സാധാ മൊബൈൽ ചാർജറിൽ തന്നെ നമുക്ക് ചാർജ് ചെയ്യാം. C ടൈപ്പ് കേബിളാണിത്. രണ്ടെണ്ണം ഒരേ സമയം ചാർജ് ചെയ്യാൻ പറ്റിയ C ടൈപ്പ് കേബിൾ, ഒരു സൈഡ് USB ആണ്. അപ്പോ നമുക്ക് ഈ മൈക്കിന്റെ ക്ലാരിറ്റി എങ്ങനെയുണ്ട് എന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഈ മൈക്ക് ഒന്ന് അഴിച്ചു മാറ്റുകയാണ്. എന്നിട്ട് ഈ പുതിയ മൈക്കിന്റെ റിസീവർ മൊബൈലിൽ കണക്ട് ചെയ്യണം. ഇപ്പോൾ മൈക്ക് ഓൺ ആയി കഴിഞ്ഞു. ബാക്ക് സൈഡിൽ ഒരു സ്വിച്ച് ഉണ്ട്. ഇതിൽ നമുക്ക് മൈക്ക് ഓൺ ആക്കാൻ കഴിയും. അപ്പം ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ പുതിയ ഗ്രിനാറോ S12 എന്ന വയർലെസ് മൈക്രോഫോണിൽ കൂടിയാണ്. അപ്പോൾ നേരത്തെ ഞാൻ ഉപയോഗിച്ചിരുന്ന ആ മൈക്കും ഇതുമായിട്ടുള്ള ആ വോയിസിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ടാകും. പക്ഷേ ഒരു ചെറിയ നോയ്സ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് മുകളിൽ ഫാൻ വർക്കാവുന്നുണ്ട്. പക്ഷേ ഈ ഫാനിൻ്റെ നോയ്സ് വരാത്ത രീതിയിൽ നമുക്ക് ഈ മൈക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിന് 3 ലെവൽ വരെ നോയ്സ് ക്യാൻസലേഷൻ ഈ മൈക്കിൽ നമുക്ക് വർക്ക് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ സിസ്റ്റങ്ങൾ നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. ഈ മൈക്ക് ഞാൻ ഇവിടെ തന്നെ ഇരിക്കട്ടെ, വോയിസ് ക്ലാരിറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഉള്ളത്. അപ്പോൾ ബാക്ക് സൈഡിലെ സ്വിച്ച് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ പച്ച ലൈറ്റ് കത്തും. അപ്പോൾ ഇത് ഓണാണ്. അപ്പോൾ ഈ ലൈറ്റ് കത്തിയാലുടൻ നമുക്ക് നമ്മുടെ കോളറിൽ കുത്തി ഡയറക്റ്റ് ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്ത് ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഇതിൻ്റെ ബാക്ക് സൈഡിലായി ഈ ഭാഗത്തായിട്ടാണ് ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഉള്ളത്. ഇനി ഇതിനകത്തുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ നോയിസ് ക്യാൻസലേഷനാണ്. ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചിൽ ഒരു തവണ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പച്ച ലൈറ്റ് ഒരു തവണ ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ ഇത് നോയിസ് ക്യാൻസലേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതൊന്നുകൂടെ കുത്തി നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ടാവും. മുകളിൽ വർക്ക് ചെയ്തിരുന്ന ഫാനിൻ്റെ ആ ഒരു നോയ്സ് കുറഞ്ഞിരിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാകും. ഇങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യുന്ന ആ ബാക്ക്ഗ്രൗണ്ടിലെ നോയ്സ് എത്രത്തോളം അധികമാണോ അത്രത്തോളം നമുക്ക് രണ്ടാമത്തെ ലെവൽ, മൂന്നാമത്തെ ലെവൽ എന്നിങ്ങനെ നോയ്സ് ക്യാൻസലേഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ആ ഓൺ ഓഫ് സ്വിച്ചിൽ നമുക്ക് ഒരു തവണ കൂടി പ്രസ് ചെയ്തതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. ഇപ്പോൾ 2 തവണ ലൈറ്റ് ബ്ലിങ്ക് ആയിട്ടുണ്ട്. ഒന്നും കൂടി പ്രസ് ചെയ്തപ്പോഴത്തേക്ക് ഇതാ ഇപ്പോൾ കോളറിൽ കുത്തി. ഇനി സംസാരിച്ച് നോക്കാം ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ എത്രത്തോളം ഉണ്ടെന്ന്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കൂടുതലുള്ള സമയത്ത് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ് ഇങ്ങനെ. ഇനി തേർഡ് സ്റ്റെപ്പ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒന്നുകൂടി പ്രസ് ചെയ്തപ്പോൾ 3 തവണ ബ്ലിങ്ക് ചെയ്തു. അപ്പോൾ ഇത് തേർഡ് സ്റ്റെപ്പിലാണ് കിടക്കുന്നത്. നോയ്സ് ക്യാൻസലേഷൻ തേർഡ് സ്റ്റെപ്പിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് ഒട്ടും തന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവില്ല. നമ്മൾ പുറത്ത് സ്ട്രീറ്റിലൊക്കെ നിന്ന് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ തേർഡ് സ്റ്റെപ്പ് നോയ്സ് ക്യാൻസലേഷൻ യൂസ് ചെയ്യാവുന്നതാണ്.
ഇനി അതുപോലെ തന്നെ ഇത് 20 മീറ്റർ റേഞ്ച് വരെ കിട്ടുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് മാത്രമല്ല, പലരും അത് ചെക്ക് ചെയ്തതാണ്. 20 മീറ്ററിലേറെ റേഞ്ച് നമുക്ക് കിട്ടും. അതായത് നമ്മുടെ മൊബൈൽ ക്യാമറ അവിടെ വെച്ചുകൊണ്ട് നമ്മൾ 20 മീറ്റർ പിന്നിലേക്ക് പോയി അവിടെ നിന്ന് സംസാരിച്ചാൽ പോലും ക്ലിയറായ വോയിസ് റെക്കോർഡ് ചെയ്യും എന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നതും പലരും ഇത് റിവ്യൂവിൽ കാണിച്ചിട്ടുള്ളതാണ്. എല്ലാം കൊണ്ടും തന്നെ ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടിരുന്ന മൈക്കിനെ അപേക്ഷിച്ച് വളരെ നല്ല ഒരു റിസൾട്ടാണ് ഈ മൈക്ക് തരുന്നത്. ഇതാണ് ഗ്രിനാറോയുടെ S9, നേരത്തെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൈക്ക്. ഇതിൽ ബിൽറ്റ് ഇൻ നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, പക്ഷേ ഒരു ലെവൽ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് സംസാരിക്കുമ്പോൾ ശബ്ദത്തിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഈ പുതിയ മൈക്കാണ്, ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൈക്കിലാണെങ്കിൽ ഇതിൽ 3 ലെവൽ വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതാ വീണ്ടും നോർമൽ മോഡിൽ കൊണ്ടുവന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. നോയ്സ് ക്യാൻസലേഷനൊന്നും ഇല്ലാത്ത സാധാരണ മോഡിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ മൈക്കിൻ്റെ വോയിസ് ക്ലാരിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. ഞാൻ ഈ S12 നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ കാര്യമെന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ വിലയാണ്, 1000 രൂപയിൽ താഴെ. അതായത് 991 രൂപയാണ് ഓൺലൈനിൽ നമുക്കിത് ലഭിക്കുന്ന വില. കുറഞ്ഞ വിലയിൽ നല്ല ഒരു മൈക്ക്, അത്യാവശ്യം വോയിസ് ക്ലാരിറ്റിയുള്ള നല്ലൊരു മൈക്ക്. ഈ ഗ്രിനാറോയുടെ വിവിധ മോഡലുകളുണ്ട്, J13 അങ്ങനെയൊക്കെ പല മോഡലുകളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം വളരെ നല്ല മികച്ച മോഡലുകളാണ്. പക്ഷെ അവയ്ക്കെല്ലാം വില വളരെ കൂടുതലാണ്. ഇതിനപേക്ഷിച്ച് ഇതിൻ്റെ ഇരട്ടിയിലധികമൊക്കെ വില വരും. ഈ ഗ്രിനാറോയുടെ ഉപയോഗിച്ച മോഡലിൽ ഒരല്പം സൗണ്ട് ക്ലാരിറ്റി കുറവ് തോന്നിയത് നേരത്തെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഈ S9 എന്ന് പറയുന്ന മൈക്കാണ്. അങ്ങനെയാണ് S12 എന്ന് പറയുന്ന ഈ മോഡൽ വാങ്ങിയത്. വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടിയ നല്ല ഒരു മൈക്കാണ്. ബിഗിനേഴ്സിനും യൂട്യൂബേഴ്സിന് മറ്റ് ടിക്ടോക്ക് ഇതൊക്കെ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു മൈക്കാണ് ഗ്രിനാറോയുടെ ഈ S12 എന്ന് പറയുന്ന മൈക്ക്. ഇപ്പോൾ ഈ 2 മൈക്രോഫോണുകളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് വളരെ കുറവാണ്, കുറഞ്ഞ വിലയ്ക്ക് ഒരു മൈക്കാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ ഉപയോഗിച്ച് കൊണ്ടിരുന്ന ഗ്രിനാറോയുടെ S9, അത് 799 രൂപയാണ് ഓൺലൈനിൽ വില. അതല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി 3 ലെവൽ നോയ്സ് ക്യാൻസലേഷനും അത്യാവശ്യം വോയിസ് ക്ലാരിറ്റിയുമുള്ള ഒരു മൈക്ക് കുറഞ്ഞ വിലയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും ഒരു 200 രൂപ കൂടെ, ഏകദേശം 200 രൂപ കൂടെ കൊടുത്താൽ, അതായത് ഒരു 991 രൂപയ്ക്ക് നിങ്ങൾക്ക് ഗ്രിനാറോയുടെ ഈ S12 എന്ന മൈക്ക് വാങ്ങാവുന്നതാണ്. ഏത് വേണമെന്നുള്ളത് നിങ്ങളുടെ ആവശ്യവും നിങ്ങളുടെ ബഡ്ജറ്റും നോക്കി നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇതിലേത് വേണമെങ്കിലും താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രിനാറോയുടെ വിവിധ മോഡലുകൾ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് നൽകിയിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഏവർക്കും നന്ദി. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.